welcome back to a new video of the road to OTR 2. അപ്പോൾ നമ്മളിന്ന് മൾട്ടിപ്ലെയർ കളിക്കാൻ പോകുന്നത്. എൻ്റെ സർവറിൽ കയറി കാണിച്ചേക്കാം. ഞാൻ മുന്നേ സിംഗിൾ പ്ലെയറിലാണ് കയറിയത്. ഇതാണ് മെയിൻ ഇല്ല മൾട്ടിപ്ലെയർ ക്വിക്ക് പ്ലേ. അതേപോലെ തന്നെ മൾട്ടിപ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സർവറിൽ കയറാം, അല്ലെങ്കിൽ ക്വിക്ക് പ്ലേ കൊടുത്താൽ മതി. അപ്പോൾ ഏതെങ്കിലും റാൻഡം സർവറിൽ കയറിക്കോളും. പിന്നെ മറ്റേ ഹാങ് ഇഷ്യൂ ഇല്ലേ, അതില്ല. സർവേഴ്സിൽ ഇപ്പോൾ അങ്ങനത്തെ ഹാങ് ഇഷ്യൂ ഒന്നുമില്ല. അങ്ങനത്തെ ഹാങ് ഇഷ്യൂ ഒന്നും ഇപ്പോൾ സർവേഴ്സിലില്ല. അതൊക്കെ അവർ OTR മാറ്റിയിട്ടുണ്ട്. നല്ലതാണ് OTR. ഞാൻ എന്താ ഇറങ്ങുന്നേ? ഏതാ വഴി? ഏതാ മാപ്പ്? പാരഷൂട്ട് ഉണ്ട്. യെസ് ഗൈസ്, പാരഷൂട്ട്. ഇത് എന്താ എല്ലാവർക്കും അറിയുന്നത്. ഇത് നല്ല കാര്യം. എന്താ അറിയും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കാണിച്ചു നോക്കാം. ഗ്ലിച്ച് നിങ്ങൾക്ക് വേഗം പാകാൻ പറ്റും. ഇത് കണ്ട ഗെറ്റി, നമുക്ക് വേറൊരാളുടെ വണ്ടിയുടെ ഉള്ളിൽ കയറാൻ പറ്റും. ഈ ഒരു ഓഫ്ലൈൻ ആവുന്നു, നെറ്റിലോ. അപ്പം ഞാൻ എൻ്റെ വണ്ടി പോണേ. എൻ്റെ ജീപ്പ് അങ്ങനെ ഉണ്ട് ഇപ്പോൾ. എത്തില്ലേ, അതൊരു പ്ലെയറാണ്. എൻ്റെ ഫ്യൂവലില്ല. ഞാൻ എപ്പോൾ ഒക്കെ സ്പോണായി മൾട്ടിപ്ലെയറിൽ സ്പോണായി കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂവലുണ്ടാവില്ല. എന്താണെന്ന് മാത്രം എന്നോട് ചോദിച്ചത്. പ്രത്യേകിച്ച് എൻ്റെ എല്ലാം ഉണ്ട്. എൻ്റെ റിപ്പയറില്ല. അതൊക്കെ എവൾമാരില്ലായിരുന്നു. ഓട്ടോ ഡ്രിഫ്റ്റിങ്ങാ. ഓക്കേ, അവിടെ ഉണ്ടാകുന്ന ഫ്യൂവൽ സ്റ്റേഷനിൽ ആരും കുമ്പത്തില്ലാവും. അവിടെ ഫ്യൂവൽ ക്യാൻസർ അങ്ങനെ എന്തോ കൊണ്ടുണ്ടാവുക. ഞാൻ പ്ലെയേഴ്സിനെ കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു ഫ്യൂവൽ എടുത്തിട്ട്. നമ്മൾ ഫ്യൂവലൊക്കെ നല്ല ചരിക്കും, പക്ഷെ അത്ര നല്ലതാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് നല്ല ഇഷ്ടമായി റിയലിസ്റ്റിക്. പല ആൾക്കാർക്ക് ഈ റിയലിസ്റ്റിക് ഇഷ്ടമാണ്, പല ആൾക്കാർക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. എന്താന്ന് മാത്രം ചോദിച്ചു. ഈ വണ്ടിയുടെ ഫ്യൂവൽ എന്താ ഇവിടെ എഞ്ചിൻ ബാക്കിൽ? അത് ഇതെന്തോ ഇങ്ങനത്തെ ശബ്ദം. ഡ്രോപ്പ് ഡ്രൈവ്. അല്ലെങ്കിലും പല ആൾക്കാരും ഈ മാപ്പിലാണ്. ആരെങ്കിലും അത് വല്ലാത്തൊരു പരിപാടിയാണല്ലോ. ഇപ്പം ഞാൻ മാത്രമാണ് ഈ സർവറിലുള്ളത്. ഇതെന്താ എൻ്റെ സർവറാണ്. മെയിൻ മെനു ഒന്നും കൂടി സർവറിൽ കയറി നോക്കാം. ഭ്രാന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ. ഗെയിം പറഞ്ഞാൽ എൻ്റെ സർവറാന്ന് പറഞ്ഞാൽ എല്ലാവരും കിക്ക് സർവർ വന്നു. അതാണ് ഉണ്ടായത്. ഗെയിമിന് എന്നോട് ബഹുമാനമുണ്ട്. ഈ വണ്ടി നല്ല എടുക്കണം, നല്ല ഉണ്ട്. ഞാൻ വേറെ ഇന്ന് രാവിലെ കളിച്ചപ്പോൾ ഈ വേറെ ആരുടെ സർവറിൽ കയറി ഞാൻ തീർത്തതും എൻ്റെ അമ്മു സെറ്റർ വണ്ടിക്ക് പവറാണ്. ഇതിലാൾക്കാരുണ്ട്. എന്ത് തോന്നുന്നു, ഇതിൽ അത്യാവശ്യമുള്ള ആൾക്കാരുണ്ട്. അത്യാവശ്യം അതിലുണ്ട്. അത്യാവശ്യത്തിനെക്കാട്ടിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. പാരഷൂട്ടേ പോ. സമനത്ത് ഫ്യൂലി. ഫ്യൂലി
ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് നോക്കാം. പുഷ്പം പോലെ കയറുന്നത് ഈ ഓഫ് റോഡാണ് ഇതിൻ്റെ റോഡ്. ഓഫ് റോഡിനെ ഇപ്പോൾ ഓഫ് റോഡ് എന്ന് പോലും വിളിക്കില്ല. എന്താ പറയുന്നത്? എന്തോ പറഞ്ഞു. അല്ല, ഇത്രയും വലിയ മലയിൽ നിന്ന് കയറിയിട്ട് എനിക്കൊരു തുള്ളി ഡാമേജ് പോലും കിട്ടിയില്ല എന്ന് ഞാൻ പറയാൻ നിൽക്കുകയായിരുന്നു. ഇവിടെ ഇത് എന്ത് സസ്പെൻഷനാണ്, അത്രയും പവർ വേണം. ഇത്രയും വലിയ മലയിൽ നിന്ന് കയറിയിട്ട് ഒരു തുള്ളി ഡാമേജ് പോലും കിട്ടിയില്ല. അവിടെ ഇതൊന്നും ചാലഞ്ച്. ഇതിൽ പുതിയ ചാലഞ്ചസ് ഒക്കെ വന്നു. അതൊന്നും ഏതാ എനിക്കറിയില്ല, എന്നോട് ചോദിക്കണ്ട. അത് ഞാനൊരു പ്ലെയറിനെ കണ്ടുപിടിക്കട്ടെ. ഈ ബ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാടാ പോവുക? ഇതെന്ത് ഭ്രാന്തത്? അല്ല, പിന്നെ ബ്രിഡ്ജിലേക്ക് വഴിയില്ലെങ്കിൽ ഞാൻ വേറെ വഴിയില്ല. ഇതൊക്കെ ഏതാ മാപ്പ് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇവര് അൺലോക്ക് ചെയ്ത മാപ്പുകളാവും. കുറെ ആൾക്കാർക്ക് ഏർലി ആക്സസ് കിട്ടിയിരുന്നല്ലോ, പറയാൻ പറ്റില്ല. എൻ്റെ അമ്മോ, ഇതിൻ്റെ ഹാൻഡ്ലിങ് നല്ല ശരിയാക്കണ്ട്. ഇതിന് റോഡ് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. ഓഫ് റോഡിങ് ആണ് ഇതിന് പറ്റുന്നത്. അപ്പോൾ ആ തട്ടിപ്പോയി റോഡല്ല, അതുപോലെ ഒരു വഴിയില്ല. അതാണ് ആരും മെസ്സേജ് കിട്ടുന്നത്. ഓക്കേ, സത്യം പറഞ്ഞ് ഞാൻ ഇത് ഉച്ചയ്ക്കോ ഇത് രാത്രിയാണ്. അപ്പം അപ്പോൾ ആൾക്കാരും ഉണ്ടാവും. ചില ആൾക്കാർ അധികം രാത്രി കളിക്കരുത്, ചില ആൾക്കാർ അധികം മോർണിംഗ് കളിക്കരുത്. ഇപ്പോൾ ഇരിക്കട്ടെ, പിന്നെ പറയാൻ പറ്റില്ല. ഇതുവരെ ഈ വണ്ടിക്ക് ഇത് എത്ര വലിയ ബ്രിഡ്ജാണ് ഇത്. ഞങ്ങൾക്കൊരു പ്ലെയറിനെ കാണിച്ചു തരാൻ നോക്കുന്നത് 7 മിനിറ്റായി. അടുത്തെത്തി നമ്മൾ മാപ്പിലൊക്കെ. 131. ഈ സ്പീഡിലൊക്കെ ഈ വണ്ടി പോകണമെങ്കിൽ ഇത്തിരി പണിയാണ് കഴിയും. അന്നത്തെ പുഷ്പം പോലെ എത്തിയില്ല. ഈ വണ്ടിക്ക് റോഡ് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനത്തെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ടോ? ഞാൻ അതൊക്കെ അമ്മേ അമ്മേ ഞാൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്ഡേറ്റ് ഞാൻ ഇതിൻ്റെ പുതിയ ടയർ വാങ്ങിയിരിക്കണം. ടയർസ് അപ്ഡേറ്റ് ചെയ്യല്ല ഇപ്പോൾ പുതിയ ടയർ വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, മല കയറും. ഇതിൻ്റെ എഞ്ചിന് ആ പവർ ഉണ്ട്, പക്ഷേ ആ ഗ്രിപ്പില്ല അതിൻ്റെ ടയറിന്. അതാണ് ഈ വണ്ടിക്ക് പ്രശ്നം. അതുകൂടി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് കിട്ടാൻ ഒരു വണ്ടിയാണ്. പക്ഷെ ഈ വണ്ടിയിൽ നമ്മൾ അത്യാവശ്യം കസ്റ്റമൈസിങ് ഒക്കെ ചെയ്ത് കിട്ടാൻ കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് ഓഫ് റോഡാവും. പിന്നെ നല്ല പവർഫുൾ ആവും. ടയർ വാങ്ങിയ സത്യം പറഞ്ഞാൽ നല്ല പൈസ ഉണ്ടോ അമ്മായി ചിന്തിച്ചതാ. എനിക്കിത് ലാഗാണ് കിട്ടുന്നത്. ഈ സർവറിന് എന്തൊക്കെയോ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. സോൺ ലോക്കറോടൊക്കെ എൻ്റെ അമ്മോ. എനിക്ക് റോഡിന് ചുറ്റി പോയാൽ പോലെ. എനിക്ക് ഈ അവിടെ പോയി സ്കിഡ്സ് കളിക്കാൻ. ഈ വണ്ടിക്ക് ഓഫ് റോഡിൽ പോയില്ലെങ്കിൽ ഇനി വിഷമ. ഈ വണ്ടിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താ. ഹലോ ഇവിടെ ഞാൻ എന്താ ആകാശത്ത് നിന്ന് പൊട്ടി വീണിരിക്കുന്നു. ഈ വണ്ടിയൊക്കെ മുന്നേ ഓഫ് റോഡിനെ കൊണ്ടുപോകണമെങ്കിൽ ഇത്തിരി ഭ്രാന്ത് പിടിക്കും. പിന്നെ മറ്റേ കാറുകൊണ്ട് ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ വല്ല ഇതപ്പോൾ ഞാൻ കയറി അങ്ങനത്തെ വല്ല കുന്ന് വന്ന ഹൈ സെൻറ്ററോ. അതുകൊണ്ടാണ് എനിക്ക് ആ സാധനത്തിനെ കൊണ്ടുപോകാൻ ഭ്രാന്ത്.
വണ്ടിയെ ഹൈ സെൻറ്റർ ആവില്ല, ഇതിന് പവർ ഉണ്ടാവില്ല. അപ്പം അത് ജയിലിൽ പ്രശ്നമില്ല. ഇവന് എവിടെ പോയി കിടക്കുകയാണ് ഈ പ്ലെയർ സത്യം പറഞ്ഞ. ഓ മൈ ഗാഡ്, ഇതിനാ മരം മുളകാനുള്ള പവറൊന്നും ഇല്ല. ഈ പ്ലെയർ ഇത് എവിടെ പോയി കിടക്കുകയാണ്? നല്ല ലാഗ് അടിച്ചിട്ടുണ്ട്. ഈ സാധുവാൻ്റെ പ്രശ്നമാണ്, എൻ്റെ ഫോണിൻ്റെ പ്രശ്നമല്ല. എൻ്റെ ഫോണിന് ഒരു പെർഫെക്റ്റ് ഫോണാണ്. എൻ്റെ ഫോണിൻ്റെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം. ഇത് കാണുമ്പോൾ എൻ്റെ ഫോണിനെ കുറ്റം പറയാനായി തോന്നുന്നു. സത്യമായി എൻ്റെ ഫോൺ ഇത് ചെയ്യാറുണ്ട്, പക്ഷെ എൻ്റെ ഫോണിൻ്റെ പ്രശ്നമല്ല. എൻ്റെ റിപ്പയർ ഹാഫ് കഴിയാനായി. എന്തൊക്കെയാണ് പോയി ഇവിടെ അവിടെ 2 പേരുണ്ട്. എൻ്റെ മേലത്തെ കുന്തത്തിലുണ്ട് പായ നീറ്റത് ദൂരത്തിലാണ് അവന്മാർ. ഓഫ് റോഡിൽ വന്നത് നന്നായി. ഞാൻ ചുറ്റി വരെ അങ്ങനെ നിന്നാൽ എത്ര സമയം എടുക്കുന്ന ആലോചിക്കുന്നത്. എൻ്റെ ഒരാൾക്കാരെ ഇതിന് വേണ്ടിയിട്ട് തന്നെ എൻ്റെ ഇത്രയും നേരം. ഇവിടെ ട്രെയിൻസ് ഒക്കെ ഉണ്ട്. എപ്പടിയാ നിങ്ങൾ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട നല്ലത്, മനസ്സിലായോ? എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യാൻ നടക്കണ പരിപാടിയില്ല എൻ്റെ ഈ പഴയ ഫോൺ. ഓ മൈ ഗാഡ്, നീ എന്തുവാ ചുറ്റി കെട്ടി വണ്ടിയുടെ 3 ഡാമേജ് ആക്കി. എൻ്റെ അമ്മോ, ഞാനൊരു ബാഡ് ഡ്രൈവറാണ്. പിന്നെ റൊട്ടേറ്റ്, ഞാൻ എന്തെങ്കിലും ഈ വണ്ടി ഇതിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. It's not meant to do this. ഈ ബൂസ്റ്റിൽ ഫ്രീ ആയി നന്നായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് 0 മണി ഉണ്ടാകുന്നു ഇപ്പോൾ. ഐ മീൻ ബാങ്ക് അക്കൗണ്ട് മണി, ഇൻഗെയിം മണി, അതിൽ 0 മണി ആയിരുന്നു. ഫ്ലിപ്പിൽ കഴിഞ്ഞാൽ ഇതെന്ത് അൺലിമിറ്റഡ് ഫ്ലിപ്പിംഗ് മെഷീനോ? എൻ്റെ അമ്മ ഇവരെത്തോ ദൂരത്താണ് ഗൈസ്. എന്തുകൊണ്ടാണ് ഈ വലിയ ഓഫ് റോഡേഴ്സിന് ഈ ചളി കണ്ടു കഴിഞ്ഞാൽ ഇത്രയും സ്ലോ? എന്നാൽ റേസ് കാർസ് ഇതിലും നന്നായില്ലോ. പവർക്ക് ഓഫ് റോഡ് ഇത്രയും വലിയൊരു ഓഫ് റോഡ് എന്താണ് ലോ ഉറപ്പിച്ചു കൂടും ഓഫ് റോഡ്. ഒരു നല്ല റോഡ് ഉണ്ടായിരുന്നെങ്കിൽ കാരണം മറ്റേ ഒരു കുഞ്ഞു വണ്ടി ഉണ്ടത് കിട്ടാറുണ്ട്. റേസിന് വേണ്ടി ഉണ്ടാക്കിയൊരു വണ്ടി അത് കിട്ടാതെയാണ്. എന്നാൽ ഹൈ സെൻറ്റർ ആവത്തില്ല. അതേ റോഡ് ഇല്ലെങ്കിൽ 1 മണിക്കൂറാവുമ്പോൾ ഇപ്പോൾ. നമ്മളങ്ങനെ അടുത്തെത്തി. ഇവയ്ക്ക് നെറ്റ് ഉണ്ട് ഭാഗ്യം. അവൻ ഹെലികോപ്റ്ററിലാവും ഒരുത്തൻ. ഇതിൽ ഹെലികോപ്റ്റേഴ്സ് ഒക്കെ വാങ്ങാൻ പറ്റും. നമുക്കില്ല. എന്താ ദൂരത്താറത്? ഓ മൈ ഗാഡ്. ഓക്കെ, നല്ല ലാഗ് ഉണ്ട് ഈ സർവർ. എൻ്റെ ഫോണിൻ്റെ ലാഗല്ല, ഞാനാ പറയുന്നത്. 100% ഉറപ്പാന്ന് ചോദിച്ചാൽ അല്ല, 50-50. എൻ്റെ ഫോണിൻ്റെ ലാഗല്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് രണ്ടും തോന്നുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റും. ഇവന്മാരെന്തോ എന്നെ റേസ് ചെയ്യും. അടുത്തേക്ക് പോയ മച്ചന്മാരെ ഒരുത്തനെയും കണ്ട് അപ്പോഴേക്കില്ല. ഹായ് ഫ്രണ്ട്, എൻ്റെ മുന്നിൽ ഒരുത്തൻ പാന് പോണണ്ടാ. ഒരു പ്ലെയറാണ്. എന്താ വിചാരം? എൻ്റെ മാപ്പിലുണ്ടോ മറ്റേ 2 ഗ്രീൻ കുത്ത്? അതാ പ്ലെയേഴ്സിനെ കാണിച്ചത്. ഈ വണ്ടി ഓഫ് റോഡിങ്ങിന് വേണ്ടിയാണ്. ഞാൻ ഇപ്പോൾ വണ്ടി കഴിഞ്ഞിട്ട് എനിക്ക് പറ്റും. അതാണ് കുന്നത്തിൽ വണ്ടി ഇത്തിരി പണി. ഒന്ന് നിൽക്കുക മരം കണ്ട്. ഹലോ എവരിബഡി, എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല. ഹായ് ഗൈസ്, ഹായ് അവിടെ. ഞാൻ
എന്താ ചെയ്യാ? നിങ്ങൾക്ക് മാത്രമേ വണ്ടിയുള്ളൂ. ഇനി ഇവന്റെ പവറാണ്. ഒരു ചെറിയ പാട്ടക്കാരൻ എന്താടി ഇത് പവറാണ്. അമ്മായിന്റെ കാരണം ഹായ് ഞങ്ങളാണ് വെഹിക്കിൾ പാക്ക്. ഞാൻ അവരെ ദഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് അമ്മ ഈ വണ്ടിനെ വേഗം ഓഫാക്കട്ടെ. എൻ്റെ പിന്നിൽ വെച്ചിട്ടുണ്ട് അവൻ എന്നെ കാട്ടി. ഇപ്പൊ നിങ്ങൾ അവന്മാരെ കണ്ടിട്ട് ഇപ്പൊ കാണിക്കാൻ ഞാനൊരു ഞാൻ കുറെ വെയിറ്റ് ചെയ്യാതെ വാക്കാനോട് ജോലി അങ്ങനെ തൊട്ടടുത്തിട്ടാണ്. ഫ്രണ്ടിൽ ഹെൽപ്പായി. ഹായ് ഗുഡ് മോർണിംഗ്. ഇതാണ് അമ്മ കൊണ്ടത്ര കാണിച്ചു. ഞാൻ ഇതാണ് ഹായ് പെട്രോൾ ഇതാണ് എൻ്റെ വണ്ടിയാണ്. ഞാൻ വെയിറ്റ് ചെയ്യും. ഓ മൈ ഗാഡ് നല്ല ലാഗ് എന്തുകൊണ്ടാണ് oh my god oh my god oh my god oh my god. അല്ല എൻ്റെ വണ്ടിയുടെ പവറാ.
സെയിം കാറാണ് കണ്ടാ തോന്നില്ല കാരണം നല്ല ഓഫ് റോഡ് എങ്ങനെ കഴിഞ്ഞാൽ നന്നായി കളിച്ചു കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും. ഒരിക്കലും നന്നായി കളിക്കില്ല. അത് ഞാനും പറഞ്ഞു. അപ്പോൾ അവനെ കാണാൻ പറ്റുന്നുണ്ടാവും. ഡ്രൈവിംഗ് അല്ല പിന്നെ ഡ്രൈവിംഗ് മാത്രമാണ്. ഹലോ എവരിബഡി, എന്നോട് തന്നെ പുറത്താക്കാൻ അമ്മേ എന്തുവാ റീസെറ്റോ? ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി വെഹിക്കിൾസിനെ ക്ലീൻ ചെയ്യണം. ഇതെന്താ റേസ് ഫെക്റ്റ് വല്ലതും ഉണ്ടോ ഇവിടെ? അതിൻ്റെ അകത്ത് എന്താ എന്നോട് ചോദിച്ചത്? ഹലോ അല്ല, ഇതിനെ പെർഫെക്റ്റഡാ. വാലി റേസിംഗ് ആണ് ഗൈസ്. എൻ്റെ വെഹിക്കിളിൻ്റെ ഫ്യൂവല് ഞാൻ ഇപ്പം 9 ലിറ്റർ ബാക്കിയുണ്ട്. അത് മുന്നിട്ടാവും വീഡിയോ ഉണ്ടാവുക. ഈ വീഡിയോ മുഴുവൻ ഞാനും അവനെ റേസ് ചെയ്യാണ്ടാകുമ്പോൾ ഇങ്ങനെ എനിക്ക് ഫണ്ണാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. നമ്മുടെ ഫ്യൂവല് വീഡിയോ അപ്പം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അപ്പം ഇഷ്ടപ്പെട്ടു ഒരു ലൈക്ക് ഇത്ര പിന്നെ ഒരു മൊബൈൽ പ്ലെയർ എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സമയത്തൊക്കെ അതിനോ ആ വണ്ടിനായിട്ട് നമുക്ക് ഓഫ് റോഡ് പോകുന്നുണ്ടല്ലേ. അങ്ങനെ എവിടെയാണ് പല ആൾക്കാർ കണ്ടവനെ മാക്സിമം സ്പീഡാണ് കഴിച്ചിട്ടുള്ളത്. സ്പീഡേ ഉള്ളൂ. അല്ലാതിന്റെ
ശരി, ബൈ. ശരി ഗൈസ്, എന്തായാലും മതിയില്ലേ.